കാണുന്നില്ലല്ലോ. എടി ആരാടി എന്റെ മുണ്ടെടുത്തത്? എടി ആരാണെന്ന്? എടായോ? അതാരാ? ഞാനെന്ന് പറഞ്ഞ ഞാനാ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട് നല്ല കാര്യമായി. ഞാൻ കുളിക്കാൻ പറഞ്ഞു വെച്ചതാ. ഞാൻ ഉടുത്തുപോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാൻ ഇപ്പൊ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണായിരുന്നു. എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഇടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്ക് വേറെ ആരും അറിയണ്ട, നമ്മള് രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാതെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് വന്ന് എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം. നിങ്ങളുടെ മുണ്ടം ഒരു മനുഷ്യനോട് ഒരു മുണ്ടാനും സമ്മതിക്കത്തില്ല. അയ്യേ, എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടറല്ലേ? അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരും കൂടെ ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ, രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ആരാത്? നകുലൻ, നകുലൻ. എന്താ? അവിടെ വലിയ മോൾ കറങ്ങി അതുണ്ട്. താനെവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം. തട്ടുമ്പുറത്താണോ മൂത്രം? അല്ല, മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് ഇട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പോ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. എവിടെ മൂത്രം? ഇവിടെയോ? ഇവിടെ ഒഴിക്കേ, ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ടു. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി. കിണ്ടി കിണ്ടി. എന്താ എങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേന്ന്. അയ്യോ, എടി കൊച്ചെ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം.
പാവം ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അതിന്റെ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യരുടെ ഒരുമാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ, തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താണ് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? പോട്ടടാ. പോട്ടെ, അതാ പോക്കെ, ഞാൻ പിന്നെ വന്നോളാം. ഉണ്ട് ഉണ്ട്, ദേ പോണു. ദേ പോണു, ദേ അവിടെ. ചേടാ, ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ, തമ്പിളിയാ, ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് കയറി വന്നേ. എന്താ? താൻ എന്താ തന്നെ പഠിക്കുന്നത്? BA. എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദി അല്ല, ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്ക് എപ്പടി തമിഴ് പേசுறேன்? എടോ, തന്നെ കണ്ടാൽ തന്നെ അറിയാവിടെ താൻ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. താൻ രാത്രി പുറത്തോടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്നു? ഞാൻ കൊന്നില്ലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ ഒന്ന് അറിയണം. എല്ലാരും കൂടെ എന്നെ സ്നേഹി വെച്ച് വെറുതെ ഭ്രാന്തിയാക്ക. എനിക്കറിയാം. ചന്തക്കുട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും വലിയ സീരിയസാ. വാ 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 വാ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രികാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നോ? തമാശയല്ല, ഏത് നിമിഷവും അത് സംഭവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ. ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല. ഇപ്പൊ ചന്തു മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ ആരും ഇതറിയാൻ പാടില്ല.
അതിനെന്താ ചെയ്യേണ്ടത്? നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? ഉം. എങ്കിൽ ഈ ഏവൂർ എന്ന് പറയുന്ന സ്ഥലം എവിടാ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ 10-70 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തുണ്ടോ? വേഗം ചെല്ലേ.